ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന കോപ്പൻ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് നമ്മുടെ എക്സാമിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിച്ചു വരുന്ന ഒരു ഐറ്റമാണ്. ബേസിക്കലി ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ജോഗ്രഫി അല്ലെങ്കിൽ ക്ലൈമറ്റോളജിയിൽ ഒരു ടേബിള്. അപ്പോൾ ആ ടേബിൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കോഡുകൾ പഠിക്കണം. ഉം. അതായത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആള് വ്ളാദിമിർ കോപ്പൻ എന്ന് പറയുന്ന ആളാണ്. മലയാളത്തിലെ നല്ല പേര് കോപ്പൻ അല്ലേ എന്ന ഒരു വ്യക്തിയാണ്. 1884 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ജനിക്കുന്നതൊക്കെ എന്നാ പറയുന്നത്. അപ്പോൾ 1900-കളിൽ ഇങ്ങനെ ഇതിന്റെ ഫസ്റ്റ് വേർഷൻ ഇറക്കും. ഒരു ക്ലൈമറ്റ്, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള വേൾഡിലുള്ള ക്ലൈമറ്റിനെ ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. അതാണ് മെയിൻ ലക്ഷ്യം. ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ഇപ്പം നമ്മൾ വണ്ടികളൊക്കെ ആണെങ്കിൽ 2 വീലർ, 4 വീലർ, ദെൻ 4 വീലറിൽ ഇന്ന സാധനം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലൊന്ന് ക്ലാസിഫൈ ചെയ്യണം. അതാണ് ഈ പുള്ളി ഉദ്ദേശിച്ച പരിപാടി. അപ്പോൾ അതെന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടെമ്പറേച്ചർ. ഓക്കെ. വേൾഡിൽ എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ. രണ്ടാമത്തത് സീസണൽ പ്രസിപ്പിറ്റേഷൻ. രണ്ടാമത്തെ എന്താണ്? സീസണൽ പ്രസിപ്പിറ്റേഷൻ, ഇതിൻ്റെ ബേസ്. മൂന്നാമത്തത് വെജിറ്റേഷൻ. നാലാമത്തെ വേണമെങ്കിൽ ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമറ്റ്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ പുള്ളി എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത്. ആര്? കോപ്പൻ ക്ലാസിഫൈ ചെയ്ത്. അപ്പോൾ ആദ്യമേ തുടക്കത്തിൽ അദ്ദേഹം ഈ പറയുന്ന ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ കോഡ്, അതായത് കുറച്ച് കുറച്ച് ലെറ്റേഴ്സ്, അതിനെന്താണ് പ്രശസ്തി, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് വെച്ചിട്ട് പുള്ളി ഒരു ചാർട്ട് ഉണ്ടാക്കി. ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി ഒരു ചാർട്ട് ഉണ്ടാക്കി. ആ ചാർട്ടിനകത്ത് എ, ബി, സി, ഡി, ഇ ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ചുകൂടി പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഒരു ലെറ്റർ കൂടി ആഡ് ചെയ്യണം, എച്ച് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എച്ചും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ. എച്ചും എന്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു? ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ. ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാ? ഇത് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാ പുള്ളി അവിടെ തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഈ ABCD. അപ്പോൾ അതിൽ എ എന്ന് പറയുന്ന ലെറ്റർ ട്രോപ്പിക്കൽ റീജിയനെ ഡിനോട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ട്രോപ്പിക്കൽ റീജിയൻ. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ഒരു ട്രോപ്പിക്കൽ റീജിയൻ ഉണ്ടല്ലോ, ഇതിനെ ഡിനോട്ട് ചെയ്തു. ദെൻ കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഈ ഭാഗത്തൊക്കെ ആകുമ്പോൾ ബി എന്ന ലെറ്റർ കാണാൻ പറ്റും. ബി എന്ന് പറയുമ്പോൾ ഡ്രൈ ക്ലൈമറ്റ് ഉള്ള റീജിയൻ. ഡ്രൈ ക്ലൈമറ്റ് ഉള്ള റീജിയൻ. ഓക്കെ. അപ്പോൾ എയുടെ വേറൊരു പ്രത്യേകത നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കും. ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കും. ദെൻ ഒരു കോൾഡസ്റ്റ് മന്ത്, ഈ ഒരു റീജിയനിൽ കോൾഡസ്റ്റ് മന്തിലെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ സെറ്റ് ആയിരുന്നു പറഞ്ഞത് ബി. ബി ഈ ബീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. അതേസമയം പ്രസിപ്പിറ്റേഷൻ, മഴയുടെ കളവ് എന്തായിരിക്കും? കുറവായിരിക്കും. മഴയുടെ കളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ അവിടെ എന്തായി? ഡ്രൈ ക്ലൈമറ്റായി. ഇനി സി എന്ന് പറയുമ്പോൾ വാം ടെമ്പറേച്ചർ ആണ്. സി എന്ന് പറയുമ്പോൾ എന്താണ്? വാം ടെമ്പറേച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ കോൾഡസ്റ്റ് മന്ത് -3 ഡിഗ്രി സെൽഷ്യസിൻ -3 ഡിഗ്രി സെൽഷ്യസിനും 18 ഡിഗ്രി സെൽഷ്യസിനും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. -3 ഡിഗ്രി സെൽഷ്യസിനും 18 ഡിഗ്രി സെൽഷ്യസിനും എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഈ ഡി എന്ന് പറയുന്ന ലെറ്റർ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ്. കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ -3 ഡിഗ്രി സെൽഷ്യസോ അതിൽ കുറവോ ആയിരിക്കും. -3 ഡിഗ്രി സെൽഷ്യസോ അതിൽ കുറവായിരിക്കും. അതായത് ഇതാ വാം ടെമ്പറേച്ചർ റീജിയൻ എന്ന് പറയുമ്പോൾ ഇത് വരും. പിന്നീട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു ഡി കാണാൻ പറ്റും. ഇവിടെ
പോളാർ റീജിയനിൽ ഇയും കാണാൻ പറ്റും. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ കോൾഡ് ക്ലൈമറ്റ്, അതായത് പോളാർ റീജിയനാണ് വരുന്നത്, കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും, 10 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് പുള്ളി ക്ലാസിഫൈ ചെയ്ത ആദ്യത്തെ സെറ്റ്. ഓക്കെ, പുള്ളി ക്ലാസിഫൈ ചെയ്ത ആദ്യത്തെ സെറ്റ് എന്താണ്, ഇതാണ്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ പഠിക്കേണ്ട കോഡിങ് ഇതാണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ട്രോപ്പിക്കൽ. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡ്രൈ ക്ലൈമറ്റ്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വാം ടെമ്പറേച്ചർ. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോൾഡ് സ്നോയ്. ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ക്ലൈമറ്റ്, പോളാർ റീജിയൻ ആയിരിക്കും. പിന്നെ എച്ച് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഹൈലാൻഡ് ആയിരിക്കും. ഈ ഹൈലാൻഡിൽ നമ്മൾ ഈ പറയുന്ന ഇതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ ഈ ഉയരത്തിന്റെ പ്രസൻസ് കാരണം ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതായിട്ട് പുള്ളിക്ക് മനസ്സിലായി. ഓക്കെ, കോൾഡ് ഡ്യൂ ടു എലിവേഷൻ കാരണം ഈ പറയുന്ന ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, എച്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി പുള്ളി ഇൻക്ലൂഡ് ചെയ്തു. ആര്, കോപ്പൻ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇത് ആദ്യ സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതെന്താണ്, ആദ്യ സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ഡ്രൈനസ്സിനെ ബേസ് ചെയ്ത്, സീസൺ ഓഫ് ഡ്രൈനസ്സിനെ ബേസ് ചെയ്ത് അദ്ദേഹം ചെറിയ ലെറ്റർ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതെല്ലാം കോഡിംഗ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ ലെറ്റർ, സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, സീസൺ ഓഫ് ഡ്രൈനസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു 4 സ്മോൾ ലെറ്റർ സാധനം പുള്ളി പറഞ്ഞു. ഓക്കെ, 4 സ്മോൾ ലെറ്റർ സാധനം പുള്ളി പറഞ്ഞു. അതെന്തൊക്കെയാന്ന് പറയാം. ഇതെല്ലാം സ്മോൾ ലെറ്റർ ആണ്. എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നോ ഡ്രൈ സീസൺ, അതായത് ഒരു നോ ഡ്രൈ സീസൺ. ഡ്രൈ സീസൺ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വെറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നോ ഡ്രൈ സീസൺ. എം എന്ന് പറയുമ്പോഴത്തേക്ക് മൺസൂൺ. ഇത് ആള് സീസൺ ഓഫ് ഡ്രൈനസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് സെറ്റ് ഓഫ് കോഡാണിത്. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേക്ക് വിന്റർ സീസൺ. എസ് എന്ന് പറയുമ്പോൾ സമ്മർ ഡ്രൈ. എസ് എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മർ ഡ്രൈ. ഇങ്ങനെ എന്ത് ചെയ്തു, ആള് ക്ലാസിഫൈ ചെയ്തു. ഇങ്ങനെ സ്മോൾ ലെറ്റർ വെച്ചിട്ട് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആര് നടത്തി, ഈ പറയുന്ന കോപ്പൻ നടത്തി. ഓക്കെ, സ്മോൾ ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തു, അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു, പുള്ളി നടത്തി. ഓക്കെ, ഇനി ഇത് കൂടാതെ വേറെയും സ്മോൾ ലെറ്ററുകൾ നിങ്ങൾക്ക് കാണാം. എ എന്നും ബി എന്നും പറഞ്ഞ സ്മോൾ ലെറ്ററുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോട്ട് സമ്മറാണ്. എ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോട്ട് സമ്മറാണ്, ഹോട്ട് സമ്മർ. ബി എന്ന് പറയുമ്പോൾ എന്താണ്, കൂൾ സമ്മറാണ്, കൂൾ സമ്മറാണ്. എ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, ഹോട്ട് സമ്മർ. ഇത് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്, ഹോട്ട് സമ്മറും കൂള് സമ്മറും. അപ്പോൾ ആദ്യമേ എന്താ, ക്ലൈമറ്റിനെ ബേസ് ചെയ്ത്, പിന്നെ സീസൺ ഓഫ് ഡ്രൈനെസ്, അടുത്ത ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത്. ഓക്കെ, ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് വാംത്ത് മന്ത്, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് വാംത്ത് മന്ത് എത്രയായിരിക്കും, 22 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, 22 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. 22 ഡിഗ്രി സെൽഷ്യസിന് എന്തായിരിക്കും, താഴെയായിരിക്കും. അതാണ് കൂൾ സമ്മർ എന്ന് പറഞ്ഞ് തിരിച്ച്. ഓക്കെ, ഇത് ഇദ്ദേഹത്തിന്റെ കേസിൽ എന്താണ്, അടുത്തതായിട്ട് വരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ കേസിൽ എന്താണ്, അടുത്തതായിട്ട് വരുന്ന ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്താ നോക്കേണ്ടേ, ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക്, ഇനി ചില ഇത് കൂടാതെ ചില ക്യാപിറ്റൽ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇത് കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും, ചില ക്യാപിറ്റൽ ലെറ്റേഴ്സ് അവിടെ കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം, ഓക്കെ. അതിന് മുമ്പ് ഞാൻ ഇത് എങ്ങനെയാ വരുന്നതെന്നൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടും. ഇവിടെ കണ്ടോ നിങ്ങൾ, എഫ്, എം, ഡബ്ല്യു, ദെൻ ബി, ഒരു ക്യാപിറ്റൽ ഡബ്ല്യു നിങ്ങൾക്ക് കാണാം, ദെൻ ക്യാപിറ്റൽ എസ് നിങ്ങൾക്ക് കാണാം അല്ലേ. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ടി കാണാം, ഈ ക്യാപിറ്റൽ എഫ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇതേപോലെ ഓരോരോ കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു കോഡിംഗ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോഡിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക്, ഒരു
വേഗമായിട്ടെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ പോളാർ റീജിയൻ, അതായത് ഈ ഒരു റീജിയനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ടി എന്നും എഫ് എന്നും പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ പോളാർ റീജിയൻ എന്ത് സൂചിപ്പിക്കും? ഇ എന്ന് സൂചിപ്പിക്കും. ഓക്കെ, ഇ എന്ന് സൂചിപ്പിക്കും. അതിൻ്റെ സബ് ക്ലാസ് ആയിട്ട് ഒരു ടിയും എഫും കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ടിയും എഫും കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ ടി എന്ന് പറയുന്നത് തുന്ദ്ര ക്ലൈമറ്റ് ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്? തുന്ദ്രയാണ്. ഈ എഫ് എന്ന് പറയുന്ന റീജിയനിൽ എന്തായിരിക്കും? ഐസ് ക്യാപ്പ് റീജിയൻ ആയിരിക്കും. ഐസ് ക്യാപ്പ് റീജിയൻ ആയിരിക്കും. അപ്പോൾ എന്താണ് തുന്ദ്ര ക്ലൈമറ്റ് എന്ന് പറഞ്ഞ് ഡൗട്ട് ഉണ്ടാവും. ഇതാണ് തുന്ദ്ര റീജിയൻ എന്ന് പറയുന്നത്. അതായത് മണ്ണിൻ്റെ കൂടെ ഐസ് ഇങ്ങനെ കലർന്നിട്ടുള്ള റീജിയൻ. മറ്റേതാണ് എന്താണ്? ഐസ് ക്യാപ്പ് ആയിരിക്കും. മറ്റു റീജിയനിൽ എന്തായിരിക്കും? ഫുള്ള് ഐസ് ക്യാപ്പ് ഏരിയ ആയിരിക്കും. മറ്റു റീജിയനിൽ എന്തായിരിക്കും? ഐസ് ക്യാപ്പ് ഏരിയ ആയിരിക്കും. അതാണ് ഇൻ്റെ സബ് ക്ലാസിഫിക്കേഷനായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള. ഇൻ്റെ സബ് ക്ലാസിഫിക്കേഷനായിട്ട് പഠിക്കാനുള്ള. കാരണം നിങ്ങൾക്ക് അവിടെ മാത്രമേ ഈ ടിയും എഫും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ മാത്രമായിരിക്കും എന്താ കാണാൻ പറ്റുന്നത്? ടിയും എഫും. ദെൻ നമ്മൾ പറഞ്ഞില്ലേ, മിഡ് ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഏരിയ പറഞ്ഞില്ലേ, അതായത് ബി ഡ്രൈ ക്ലൈമറ്റ് ഏരിയ പറഞ്ഞില്ലേ, അതായത് ട്രോപ്പിക് നമ്മുടെ എ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ്, എ എന്ന് വെച്ച് കഴിയുമ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ, അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിലുള്ള റീജിയൻ ഇല്ലേ ബി, ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മെയിനായിട്ടും ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലെറ്ററും എസ് എന്ന് പറയുന്ന ഒരു ലെറ്ററും നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന രണ്ട് ലെറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം ഈ റീജിയനിൽ ക്യാപിറ്റൽ ഡബ്ല്യൂയും ക്യാപിറ്റൽ എസും. ഈ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന സ്റ്റെപ്പേ റീജിയൻ എന്ന് പറയും. എന്തെന്ന് പറയും? സ്റ്റെപ്പേ റീജിയൻ. ക്യാപിറ്റൽ എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെപ്പേ റീജിയൻ, അല്ലെങ്കിൽ സെമി അരിഡ് ഏരിയ എന്ന് പറയും. സെമി അരിഡ് ഏരിയ. കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. സെമി അരിഡ് ഏരിയ, സെമി അരിഡ് ഏരിയ. സ്റ്റെപ്പേ റീജിയൻ എന്ന് പറയുമ്പോൾ ഇതാണ് സ്റ്റെപ്പേ റീജിയൻ. അരിഡ് സോൺ ആണ്. അരിഡ് സോൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മരുഭൂമി പോലത്തെ ഏരിയ ആയിരിക്കും. പക്ഷേ സ്റ്റെപ്പേ എന്തായിരിക്കും? വെജിറ്റേഷൻ ആയിരിക്കും. ഇതുപോലെ തന്നെ ചെറിയ പുൽക്കൊടികൾ, അങ്ങനത്തെ റീജിയൻ ആയിരിക്കുമേ. ഇനി ഡബ്ല്യു എന്ന് പറയുമ്പോൾ അരിഡ് ഏരിയ ആണ്. അരിഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? അരിഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഡെസേർട്ട് റീജിയൻ ആണ്. അരിഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെസേർട്ട് റീജിയൻ ആണ്. ഡെസേർട്ട് റീജിയൻ. അരിഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെസേർട്ട് ഏരിയ ആണ്. ഡെസേർട്ട് ഏരിയ. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഈ കോപ്പൻ്റെ ടേബിളിൽ കാണാൻ പറ്റും. ആ കോപ്പൻ്റെ ടേബിളിൽ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടുമിക്ക ലെറ്റേഴ്സും നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ നോക്കിക്കേ, ഒരു എച്ച് ഒരു കെ കാണാൻ പറ്റും. ഒരു എച്ചും ഒരു കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ എച്ചും കെയും എന്താണെന്ന് നമുക്ക് നോക്കണം. എച്ചും കെയും എന്താണെന്ന് നോക്കണം. എച്ചും കെയും നിങ്ങൾ കണ്ടിട്ടുള്ള റീജിയൻ എന്താ? ഈ പറയുന്ന റീജിയൻ തന്നെയാണ്. ഓക്കെ, ഈ പറയുന്ന റീജിയൻ ആണ്. അപ്പോൾ വീണ്ടും നമ്മുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ബി റീജിയൻ ആണ്. അതായത് ഡ്രൈനെസ്സിന് അനുസരിച്ചിട്ട് സെക്കൻഡ് വരുന്ന ഈ റീജിയൻ ആണ് അല്ലേ? അതായത് ഡ്രൈ ക്ലൈമറ്റ് ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. അവിടെ തന്നെയാണ് നമുക്ക് ഈ കെയും എച്ചും കാണാൻ പറ്റുന്നത്. കെയും എച്ചും കാണാൻ പറ്റുന്നത്. ഓക്കെ, കെ എന്ന് പറയുമ്പോൾ സബ് ട്രോപ്പിക്കൽ ഏരിയ ഓഫ് ഡ്രൈ ക്ലൈമറ്റ് എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കെയും എച്ചും എന്ന് പറയുന്നത് ബിൻ്റെ, അതായത് ഡ്രൈ ക്ലൈമറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സബ് ട്രോപ്പിക്കൽ ഏരിയ ഓഫ് ഡ്രൈ ക്ലൈമറ്റ്. എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? സബ് ട്രോപ്പിക്കൽ ഏരിയ ഓഫ് ഡ്രൈ ക്ലൈമറ്റ് എന്ന് പറയാം. ഇനി കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മിഡ് ലാറ്റിറ്റ്യൂഡ് ആണ്. മിഡ് ലാറ്റിറ്റ്യൂഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. മിഡ് ലാറ്റിറ്റ്യൂഡ് എന്താണ്? ഡ്രൈ ക്ലൈമറ്റ് ആണ്. മിഡ് ലാറ്റിറ്റ്യൂഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഓക്കെ, മിഡ് ലാറ്റിറ്റ്യൂഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഇതാണ്. ഇത്രയും കോഡ് പഠിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പൻ ടേബിൾ നമുക്ക് സുഖമായിട്ട് പഠിക്കാം. കോപ്പൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടേബിൾ എന്തായിട്ട് പഠിക്കാം? സുഖമായിട്ട് പഠിക്കാം. ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. ആദ്യമേ എന്ത് ചെയ്യും? അദ്ദേഹം എന്ത് ചെയ്തു? ക്ലൈമറ്റിനനുസരിച്ചിട്ട്
തരംതിരിച്ചു. ഓക്കെ, ക്ലൈമറ്റിനനുസരിച്ച് എന്ത് ചെയ്തു? തരംതിരിച്ചു. ട്രോപ്പിക്കൽ, ഡ്രൈ ക്ലൈമറ്റ്, വാം, കോൾഡ്, കോൾഡ് സ്നോ, ഫോറസ്റ്റ്, കോൾഡ് ക്ലൈമറ്റ്. ഓക്കെ, അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? എന്താ പറയുക, നമ്മുടെ ബേസ്ഡ് ഓൺ സീസണൽ ഡ്രൈനസിനനുസരിച്ച് എഫ്, ഡബ്ല്യു, എഫ് വന്നു, ഡബ്ല്യു വന്നു, എം വന്നു, എസ് വന്നു. എഫ് എന്ന് പറയുമ്പോൾ നോ ഡ്രൈ സീസൺ, ഡബ്ല്യു എന്ന് പറയുമ്പോൾ വിന്റർ സീസൺ, എം എന്ന് പറയുമ്പോൾ മൺസൂൺ, എസ് എന്ന് പറയുമ്പോൾ എന്താ? സമ്മർ. പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഇന്റെ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ തുന്ദ്രയും കണ്ടു, ഐസ് ക്യാപ്പും കണ്ടു. ദെൻ മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയണിൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പി ക്ലൈമറ്റ് കണ്ടു, ഡ്രൈ ഏരിയയും കണ്ടു, അല്ലേ? അരിഡ് ക്ലൈമറ്റും സെമി അരിഡും കണ്ടു. ഓക്കെ, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ എന്ന നിലയിൽ നമ്മൾ എന്ത് കണ്ടു? മിഡ് ലാറ്റിറ്റ്യൂഡും കണ്ടു, ദെൻ എന്തും കണ്ടു? വേറെ കൂടി ഉണ്ടായിരുന്നല്ലോ, സബ് ട്രോപ്പിക്കൽ ഏരിയ ക്ലൈമറ്റും കണ്ടു. ഇത്രയും സാധനത്തിൻ്റെ കോമ്പിനേഷനാണ് ഇനി പഠിക്കാനുള്ള എല്ലാം തന്നെ. ഇത്രയും സാധനത്തിൻ്റെ കോമ്പിനേഷനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ടേബിളിലുള്ളത്. ആരുടെ ടേബിളിൽ? നമ്മുടെ കോപ്പൻസ് ക്ലാസിഫിക്കേഷൻ ടേബിളിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പുള്ളീൻ്റെ ടേബിള്. ഇതാണ് ഒറ്റയടിക്ക് പറഞ്ഞാൽ പുള്ളിയുടെ ടേബിള്. അപ്പോൾ എ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ഒന്ന് എ എഫ്. എന്ന് പറയുമ്പോൾ എന്താ? നോ ഡ്രൈ സീസൺ, അതായത് ട്രോപ്പിക്കൽ ഏരിയയിൽ ഡ്രൈ സീസൺ ഇല്ല. ഓക്കെ, അടുത്ത ട്രോപ്പിക്കൽ മൺസൂൺ ആണ്. മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഏരിയ ട്രോപ്പിക്കൽ ഏരിയയിൽ. അടുത്ത ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ, അവിടെ വിന്റർ സീസൺ ആയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? മാപ്പിലോട്ട് നോക്കുക. ഇതിൽ നീല കളർ കാണുന്ന, കടും നീല കളറിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക്കൽ എ. ട്രോപ്പിക്കൽ നോ ഡ്രൈ സീസൺ. ഓക്കെ, ഇനി എ എം, അതായത് ഒരു ഒരു ആകാശ നീല കളർ, ആകാശ നീലയെന്നും പറയത്തില്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു കളർ. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും? ഇന്ത്യയിലും കാണാൻ പറ്റും. ഇന്ത്യ ഏകദേശം ട്രോപ്പിക്കൽ റീജിയൻ്റെ അവിടെ വരുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ മൺസൂണും അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഏരിയയിൽ എന്താണ്? ട്രോപ്പിക്കൽ റീജിയൻ ആണ്, മൺസൂൺ ക്ലൈമറ്റും ആയിരിക്കും. അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പിന്നെ എ ഡബ്ല്യു അങ്ങനെയാണ് ഈ പുള്ളി മൊത്തം ഇങ്ങനെ കളർ അടിച്ച് വെച്ചത്. ഇനിയിപ്പോൾ അടുത്തത് ബി എന്ന് പറയുമ്പോൾ ഡ്രൈ ക്ലൈമറ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ബി ഡ്രൈ ക്ലൈമറ്റ് ആണ്. എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെപ്പയാണ്. എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അപ്പോൾ ബി എസ് എച്ച് എന്താണ്? ബി എസ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സബ് ട്രോപ്പിക്കൽ സ്റ്റെപ്പെ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ലോ ലാറ്റിറ്റ്യൂഡ് സെമി അരിഡ് എന്ന് പറയാം. ലോ ലാറ്റിറ്റ്യൂഡ് സെമി അരിഡ് നമ്മൾ വരച്ചപ്പോഴും അങ്ങനെയല്ലേ വരച്ചേ? ഇപ്പോൾ ഡ്രൈ റീജിയണിൽ ലോ ലാറ്റിറ്റ്യൂഡിൽ ഞാൻ എച്ച് താഴെയും കെ മുകളിലും വരച്ചേ. ലോ ലാറ്റിറ്റ്യൂഡിൽ സെമി അരിഡ്, എച്ച് എന്ന് പറയുമ്പോൾ സെമി അരിഡ് ആണ്. അടുത്തത് നോക്കുമ്പോൾ എന്താ? സബ് ട്രോപ്പിക്കൽ ഡെസേർട്ട്. ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഡബ്ല്യു എന്ന് പറയുമ്പോൾ എന്താണ്? അരിഡ് റീജിയൺ ആണ്. എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ ലോ ലാറ്റിറ്റ്യൂഡ് അരിഡ്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ലാറ്റിറ്റ്യൂഡ് സ്റ്റെപ്പ് ബി എസ് കെ ആണ്. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ ഡ്രൈ ആണ്, എസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പയാണ്. ഓക്കെ, സെമി അരിഡ് ആണ് അല്ലെങ്കിൽ സ്റ്റെപ്പയാണ്. കെ എന്ന് പറയുമ്പോൾ എന്താണ്? മിഡ് ലാറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, മിഡ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഡ്രൈ, സെമി അരിഡ്, ദെൻ മിഡ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡ് സ്റ്റെപ്പ്. ഇനി അടുത്ത ടൈപ്പാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്ട്. ഓക്കെ, ഈ മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്ടിനെ നമുക്ക് എന്ത് പറയാം? ബി ഡബ്ല്യു കെ. ബി എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിരിക്കും. ഓക്കെ, ദെൻ ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേക്ക് അരിഡ് ആയിരിക്കും. കെ എന്ന് പറയുമ്പോൾ മിഡ് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ക്ലാസ് എന്താ പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, ഇനി
നിങ്ങൾ മാപ്പിൽ വേണമെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏരിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഇന്ത്യയുടെ അത്യാവശ്യം ഏരിയ പഠിച്ചു വെച്ചാൽ മതിയേ. ഇന്ത്യയുടെ അത്യാവശ്യം ഏരിയ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ വരുന്നത്. ഏകദേശം ഇതാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ വരുന്നത്. അതിനകത്ത് ഇത് ഇവിടെയും ഉണ്ട് കുറച്ച്. അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് BWH, ഡ്രൈ, അരിഡ്, ദെൻ സബ് ട്രോപ്പിക്കൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സഹാറ ഡെസേർട്ട് കാണാൻ പറ്റും അല്ലേ? സഹാറ ഡെസേർട്ട്. അപ്പോൾ ഡെസേർട്ട് ഏരിയ ആണ്. ദെൻ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? രാജസ്ഥാനിലെ മരുഭൂമികൾ കാണാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്താണ് ഇത് പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സി എന്ന് പറയുമ്പോൾ വാമാണ്. വാം ടെമ്പറേച്ചർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, വാം. എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നോ ഡ്രൈ സീസൺ ആണ്. ഡ്രൈ സീസൺ ആണ്. എ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചർ കൂടുതലായിരുന്നു, അപ്പോൾ ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ. ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ. അടുത്ത CS. CS. ഓക്കെ, CS. CS എന്ന് പറയുമ്പോൾ എന്താ? സെമി അരിഡ്. സോറി, ഇവിടെ ഡ്രൈ ആൻഡ് ഹോട്ട് സമ്മർ. ഡ്രൈ ആൻഡ് ഹോട്ട് സമ്മർ. സ്മോളസ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. വാംത്താണ്, അതേസമയം എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ എന്താ? ഡ്രൈ, ഹോട്ട് സമ്മർ. സമ്മർ സമ്മർ. ഇനിയിപ്പോൾ CFB. CFB. സി എന്ന് പറയുമ്പോൾ വാംത്തായിരുന്നു നമുക്കറിയാം. എഫ് എന്ന് പറയുമ്പോൾ നോ ഡ്രൈ സീസൺ ആയിരുന്നു. ബി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവ്. 22 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവ്. കോൾഡ് സമ്മർ. കോൾഡ് സമ്മർ. കൂൾ സമ്മർ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ നോ ഡ്രൈ സീസൺ, കാരണം വാംത്താണല്ലോ. ദെൻ കൂൾ സമ്മർ ആണ്. ബി വരുമ്പോൾ കൂൾ സമ്മർ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഡി. ഡി. ഡി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കോൾഡ് സ്നോ ഫോറസ്റ്റ് ആണ്. കോൾഡ് സ്നോ ഫോറസ്റ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് DFും DWയും കാണാൻ പറ്റും. DFും DWയും. എഫ് നമ്മൾ പറഞ്ഞു നോ ഡ്രൈ സീസൺ ആണ്. നോ ഡ്രൈ സീസൺ ആണ്. W നമ്മൾ എന്താ പറഞ്ഞ? വിന്റർ ആണ്. വിന്റർ ഡ്രൈ ആണ്. വിന്റർ ഡ്രൈ ആണ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഹ്യൂമിഡ് കോണ്ടിനെന്റൽ എന്നും സബ് ആർട്ടിക് എന്നും പറയാം. ഹ്യൂമിഡ് കോണ്ടിനെന്റൽ എന്നും സബ് ആർട്ടിക് എന്നും പറയാം. ഹ്യൂമിഡ് കോണ്ടിനെന്റൽ എന്നും സബ് ആർട്ടിക് എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നോക്കുക. ഈ ഒരു ഡിയിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്കത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മൾ രണ്ട് സംഭവം പഠിച്ചാൽ മതി. എവിടെ? ആ, അപ്പം ഞാൻ പറഞ്ഞത് നോ ഡ്രൈ സീസണും മറ്റേതെന്താ പറഞ്ഞത്? വിന്റർ ഡ്രൈ സീസൺ, അല്ലെങ്കിൽ സബ് ആർട്ടിക് എന്നും ഹ്യൂമിഡ് കോണ്ടിനെന്റൽ എന്നും. ഹ്യൂമിഡ് കോണ്ടിനെന്റൽ എന്നും. ഓക്കെ, ഇനി അപ്പം ഏറ്റവും അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ഇ. ഇ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയിൽ ഓൾറെഡി ഞാൻ രണ്ട് പറഞ്ഞു. ഒന്ന് തുന്ദ്ര, രണ്ടാമത്തെ പോളാർ ഐസ് ക്യാപ്പ്. പോളാർ ഐസ് ക്യാപ്പ്. ഓക്കെ, പെരിനിയൽ ഐസ് അല്ലെങ്കിൽ നോ ടു സമ്മർ എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ പറയാം. ഇനി ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതാ ഇവിടെ നോക്കുക, ഇത് കണ്ടല്ലോ, ഐസ് ക്യാപ്ഡ് റീജിയൺ അല്ലെങ്കിൽ പോളാർ റീജിയൻ ഉണ്ട്. പോളാർ റീജിയൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലും തണുപ്പിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ തുന്ദ്രയും സാധനമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇന്ത്യയുടെ മാത്രമായിട്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താണ്? പോളാറാണ്, തുന്ദ്രയുണ്ട്. പോളാറുമാണ്, തുന്ദ്രയുണ്ട്. ഇതിൽ ലോ ഷെയ്ഡ് കാണിക്കുന്നത് പോളാർ തുന്ദ്രയാണ്. ഇത് പോളാർ ഐസ് ക്യാപ്പ് ആണ്. ഇത് പോളാർ ഐസ് ക്യാപ്പ് റീജിയൻ ആണ്. അതായത് ഐസ് ക്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ ബയോം ഉണ്ടാകത്തില്ല. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ET കാണാൻ പറ്റുമേ. അതാണ് അടുത്തത്. അടുത്ത ഹൈലാൻഡ് റീജിയനുകളാണ്. ഹൈലാൻഡ് റീജിയൻ. ഹൈലാൻഡ് റീജിയൻ H എന്ന് പറയുന്ന ഇതിനെ വെച്ച് ഡിനോട്ട് ചെയ്യും ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ. ഹൈലാൻഡ് വിത്ത് സ്നോ കവർ. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാം, ഇന്ത്യയിലെ റീജിയൻസ് ഉണ്ടല്ലോ, ഇതിൽ ഏത് ക്ലൈമറ്റാണ് വരുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഞാൻ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീർ റീജിയൻ നിങ്ങൾക്ക് അറിയാം, തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ എന്താണ്? ആയിരിക്കും. എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എന്ന് പറയുമ്പോൾ കോൾഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ പോളാർ റീജിയൻ -3 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവ്.
ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുന്ദ്ര കാണാൻ പറ്റും, ഈറ്റി കാണാൻ പറ്റും, തുന്ദ്ര. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നടുക്ക് കിടക്കുന്ന ഗംഗാ പ്ലെയിൻസിന് എന്താ? CWG, വാംത്ത് ടെമ്പറേച്ചർ ആയിരിക്കും, വിന്റർ ഡ്രൈ ആയിരിക്കും അല്ലേ? അത് മാത്രം ഓർത്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ ദാ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് മൺസൂൺ ഹിറ്റ് ചെയ്യുന്നത്. ഇത് ട്രോപ്പിക്കൽ റീജിയനും കൂടിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? AM കാണാൻ പറ്റും. AM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ട്രോപ്പിക്കൽ മൺസൂൺ. AMW അവിടെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ജമ്മു കാശ്മീരിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന? പോളാർ ടൈപ്പ്. ദെൻ ഉത്തരാഖണ്ഡ് റീജിയനിൽ എന്ത് കാണാൻ പറ്റും? തുന്ദ്ര ടൈപ്പ്. ഉത്തരാഖണ്ഡിൽ എന്ത് കാണാൻ പറ്റും? തുന്ദ്ര ടൈപ്പ്. ഇനി CWG എവിടെ ഞാൻ പറഞ്ഞത്? ഈസ്റ്റേൺ രാജസ്ഥാന്, ഗംഗാ പ്ലെയിൻ്റെ റീജിയൻ, ഇവിടെയൊക്കെ എന്ത് കാണാൻ പറ്റും? മൺസൂൺ ടൈപ്പ് ഡ്രൈ വിൻ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ വേറെ എന്തൊക്കെയുണ്ട്? AW ഉണ്ട്. ഞാൻ എവിടെയാണ് പറഞ്ഞത്? AW എന്ന് പറയുമ്പോഴത്തേക്ക് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ഇതിന് വേണമെങ്കിൽ AWനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേര് കൂടി പറയാം. ട്രോപ്പിക്കൽ സവാന ടൈപ്പ് എന്ന് പറയാം. ഓക്കെ. AWന് നമ്മുടെ പെനിസുലാർ പ്ലാറ്റൂവിൻ്റെ റീജിയനിലാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പെനിസുലാർ പ്ലാറ്റൂ റീജിയനിലാണ് ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ AS ഉണ്ട്. AS ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ഡ്രൈ സീസൺ ആണ്. എസ് ആണ് അല്ലേ? സമ്മർ ടൈപ്പ്. അതായത് ഈ ഒരു റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കോരമണ്ടൽ കോസ്റ്റ് എന്ന് പറയും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയും. കോരമണ്ടൽ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ. കോരമണ്ടൽ കോസ്റ്റ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനിയിപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABC വരുന്നതൊക്കെ ഉണ്ടല്ലോ, അത് വീണ്ടും ടെമ്പറേച്ചറിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്താണ്. അത് നമുക്ക് ഇത്ര ഡീപ്പായിട്ട് നോക്കിയില്ലേലും കുഴപ്പമില്ല. ഞാൻ AB പറഞ്ഞില്ലേ, മറ്റേ കോപ്പൻ്റെ ക്ലാസിഫിക്കേഷനിൽ അതിൽ C വരുന്നത് ഇതേപോലുള്ള സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഇവിടെ ഒരു DFC നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാ ഈ ഒരു ഭാഗത്ത്, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു DFC. ഡി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൾഡാന്ന് പറഞ്ഞു. കോൾഡ്. എഫ് എന്ന് പറയുമ്പോൾ എന്താ? എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നോ ഡ്രൈ സീസൺ. ഓക്കെ. സി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AB പഠിച്ചു, അതുപോലെ സിയും അതിനകത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കോൾഡ് ഹ്യൂമിഡ് വിൻ്റർ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. എവിടെ? എഫ് നമ്മുടെ സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, സിക്കിം, ആ റീജിയനിലൊക്കെ DFC ആണ്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത് റീജിയനുകളിൽ BWH, BWS എന്നൊക്കെ പറഞ്ഞ സാധനം കാണാൻ പറ്റും. ബി എന്തായിരുന്നു? ഡ്രൈ ക്ലൈമറ്റ് ആയിരുന്നു. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡ്രൈ ആയിരുന്നു. എന്തായിരുന്നു? നമ്മുടെ ക്യാപിറ്റൽ W ആണ്. അരിഡ് സോൺ. എസ് എന്തായിരുന്നു? സ്റ്റെപ്പയാണ്. ഓക്കെ. ദെൻ എച്ച് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? സബ് ട്രോപ്പിക്കൽ അല്ലേ? അതേ അരിഡ് സോണാണ്. അവിടെ മരുഭൂമിയൊക്കെ അല്ലേ? അപ്പോൾ ഡ്രൈ ക്ലൈമറ്റും സ്റ്റെപ്പയും ദെൻ അരിഡ് അല്ലെങ്കിൽ ഡെസേർട്ട് ക്ലൈമറ്റും ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന എവിടെ കാണാൻ പറ്റുന്നത്? നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള റീജിയനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്ത് കാണാൻ പറ്റും? ഇതായിരിക്കും കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്റ്റെപ്പേ ക്ലൈമറ്റും പിന്നെന്താ പറയുന്നത്, മറ്റേതുമാണ് നിങ്ങൾക്ക് പറയാം. സ്റ്റെപ്പേ ക്ലൈമറ്റും അരിഡ് ക്ലൈമറ്റും ആണെന്ന് പറയാം. ഓക്കെ. ഇനി അതിനകത്ത് ഇവിടെയുണ്ട് അതേപോലൊരു റീജിയൻ. അതും ഓർത്ത് വെക്കണം. ഈ ഒരു മാപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. കാരണം ഇന്ത്യയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഇപ്പം മൊത്തം ഇതായിട്ട് ഇരിക്കുവാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇത് പോളാർ റീജിയൻ. ഇവിടെ തുന്ദ്ര വരും. ഞാൻ ഇവിടെ വരുമ്പോൾ ഡ്രൈ അരിഡും വരും, ഡ്രൈ സ്റ്റെപ്പേയും വരും. ഗംഗാ പ്ലെയിൻ റീജിയനിൽ എന്ത് വരും? വാം വിന്റർ വരും. ഓക്കെ. ഇവിടെ എന്താ വരുന്നത്? കോൾഡ് വരും. കോൾഡ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെ?
നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കോൾഡ്. ഓക്കെ. ദെൻ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക്, അതായത് പെനിൻസുല പ്ലാറ്റുവിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും? അരിഡ് വിൻ്റർ, ട്രോപ്പിക്കൽ വിൻ്റർ കാണാൻ പറ്റും. ട്രോപ്പിക്കൽ വിൻ്റർ. ഓക്കെ. ട്രോപ്പിക്കൽ വിൻ്റർ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ട്രോപ്പിക്കൽ സവാന എന്ന് പറയാവേ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നേ. ഇത് ട്രോപ്പിക്കൽ മൺസൂണ്, ഇത് ട്രോപ്പിക്കൽ സമ്മർ, ഇത് വീണ്ടും നേരത്തെ പറഞ്ഞ സാധനം. ഇതാണ് നമുക്ക് കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ഞാൻ ചില എന്താ പറയുക, നമ്മുടെ മോക്ക് എക്സാമുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ എക്സാമിനും PYQലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കുക, പിന്നെ ഓക്കെയാണ്. പിന്നെ ഇന്ത്യയുടെ മാപ്പും വെച്ചിട്ട് പഠിക്കുക. ഓക്കെ. ദെൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു പോവുക. നമുക്ക് ഇത്രയുമാണ് ഇതിനകത്ത് ഉള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടി എത്തിക്കുക. ഓക്കെ, താങ്ക് യു.